ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ ഒടമല മക്കാം ആണ്ടുനേർച്ചയ്ക്ക് കൊടിയേറി. ദക്ഷിണ മലബാറിലെ പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ ഒടമല മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഷൈഖ് ഫരീദ് ഔലിയയുടെ 4 മാസം നീണ്ടു നിൽക്കുന്ന നേർച്ചയ്ക്കാണ് സമസ്ത കേരള ജമാഅത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പതാക ഉയർത്തിയതോടെ തുടക്കമായത്. തുടർന്ന് നടന്ന പൊതുസമ്മേളനവും സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ആത്മീയ ചിന്തയും കാരുണ്യ പ്രവർത്തനങ്ങളും ജീവിത വിജയത്തിന് നിദാനമെന്ന് തങ്ങൾ പറഞ്ഞു. സമസ്ത കേരള ജമാഅത്തുൽ ഉലമ വൈസ് പ്രസിഡന്റ് നെല്ലായ കുഞ്ഞി മുഹമ്മദ് മുസ്ലിയാർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. മഹൽ മുദരീസ് ശരീഫ് ഫൈസി കാരക്കാട് അധ്യക്ഷത വഹിച്ചു. മക്കാമിന്റെ സൗഹൃദ പാരമ്പര്യത്തെ ഉയർത്തിക്കൊണ്ട് കൊടിയേറ്റത്തിന് കയർ സംഭാവന ചെയ്ത കിഴക്കുവീട്ടിൽ കുടുംബാംഗമായ ആനമങ്ങാട് സ്വദേശി പീതാംബരൻ മുഖ്യാതിഥിയായി. സയ്യിദ് ഷർഫുദ്ദീൻ തങ്ങൾ, സയ്യിദ് സൈദലിക്കോയ തങ്ങൾ, സയ്യിദ് ഹബീബുള്ള തങ്ങൾ, കൊടശ്ശേരി ഇബ്രാഹിം മുസ്ലിയാർ, CK മുഹമ്മദ് ഹാജി, CP അഷ്റഫ് മൗലവി, ഉസ്മാൻ ദാരിമി, ഫവാസ് ഹുദവി, ഷർഫുദ്ദീൻ ഫൈസി, ഷമീർ ഫൈസി ഒടമല, അബൂബക്കർ ഫൈസി, അബ്ദുറസാഖ് ഫൈസി, ഹുസൈൻ അൻവരി, മൻസൂർ അലി ദാരിമി, ഹംസ ഫൈസി, ഹിബത്തുള്ളി ദാരിമി, അബ്ദുൽ സലാം അൻവരി നെല്ലായ, അസൈനാർ അസീസ് ഹാജി, മുഹമ്മദ് അലി ചേനാമ്പറമ്പ്, മുസ്തഫ ഹാജി പൂക്കോടൻ, ബാപ്പുട്ടി ഹാജി മുദരിമണ്ണ, OKM മൗലവി, സത്താർ മാസ്റ്റർ, അബ്ദു ഹാജി, അബൂബക്കർ മാസ്റ്റർ, പീതാംബരൻ ആനമങ്ങാട് തുടങ്ങിയ മഹൽ കമ്മിറ്റി ഭാരവാഹികളും നാട്ടുകാരും പങ്കെടുത്തു. കൊടിയേറ്റ ദിവസം പരിയാപുരം സ്വദേശിയായ രാജന്റെ വകയാണ് ചീരണി വിതരണം ചെയ്തത്. നേർച്ച കൊടിയേറ്റത്തോടെ പെട്ടിവരവ് എന്ന പേരിൽ വിവിധ പ്രദേശങ്ങളിൽ നിന്നായി രാത്രി സമയങ്ങളിൽ ആളുകൾ ഇനി മക്കാമിലെത്തി പ്രാർത്ഥന നടത്തും. അതിൽ ഉപകരിക്കുന്നതായ ശാസ്ത്രങ്ങളാണെന്ന് മനസ്സിലാക്കി ഇതുപോലുള്ള ശാസ്ത്രങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ഓരോരുത്തരും ശ്രമിക്കുക. തങ്ങൾ വരക്കുന്നത് തെറ്റാണ്. മുമ്പിലാണ് വരക്കാൻ പോകുന്നത്. മുമ്പിൽ 2 വാക്ക് പറഞ്ഞ് 30 പേർക്കും എനിക്ക് വേഗം പോകേണ്ട ആവശ്യമുണ്ട്. ഡ്രസ്സ് ഞാൻ മുടങ്ങി പോകണം. അതുകൊണ്ട് ഇനി ഒന്ന് എത്തി 1.5 മണിക്കൂർ യാത്ര ചെയ്യാം. 1-2 ഡ്രസ്സുകളൊക്കെ നടത്താറുണ്ട്. കബൂൾ ചെയ്യട്ടെ. കബൂൾ ചെയ്യട്ടെ.